നമസ്കാരം. ബജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻപാക്കിലേക്ക് സ്വാഗതം. കേരളം പോലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ളൊരു സംസ്ഥാനം വലിയ പ്രതീക്ഷകളോടെയാണ് കേന്ദ്ര ബഡ്ജറ്റിനെ കാത്തിരിക്കുന്നത്. ടൂറിസത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം, നികുതി പരിഷ്കാരങ്ങൾ, വിദൂര ലക്ഷ്യസ്ഥാനങ്ങളുടെ പ്രോത്സാഹനം, സുസ്ഥിരത, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷ. ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള നടപടികളും ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ഫിൻപാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രി പ്രസിഡന്റ് EM നജീബ്, പബ്ലിക് പോളിസി വിദഗ്ധ വിനീത ഹരിഹരൻ, ടൂറിസം പ്രൊഫഷണൽ ക്ലബ്ബ് പ്രതിനിധി ശ്രീദേവി രതീഷ്, മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് നായർ എന്നിവർ. ആദ്യം ശ്രീമതി ശ്രീദേവി രതീഷ്, ടൂറിസം സംരംഭകർ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ബഡ്ജറ്റിന് ഇതിനെങ്ങനെ പരിഹാരങ്ങൾ നൽകാൻ കഴിയും? നമസ്കാരം. ഈ 2025 ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് നല്ലൊരു സപ്പോർട്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ ടൂറിസം ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന ദർ ആർ മെനി പ്രോബ്ലംസ്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഒരു മൂന്നാറ് പോലെയുള്ള അത്രയും മനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ അത് പ്രോപ്പർലി മാനേജ് ചെയ്യേണ്ട വിധത്തിലുള്ള ഫണ്ട്സ് ഈ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അത് അധികം പോപ്പുലേറ്റഡ് ആണ്. ആൻഡ് നമ്മൾ ആ സമയത്ത് ധാരാളം ഗസ്റ്റുകൾ സീസൺ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈ ഡെസ്റ്റിനേഷൻ തുടർന്നു കൊണ്ടുപോകാൻ, അതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ, അതിനെ മാനേജ് ചെയ്യാൻ പ്രോപ്പർ ഫണ്ട് അലോട്ട് ചെയ്യുക തന്നെ ഈ ബഡ്ജറ്റിൽ വേണമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ഒരു മെയിൻ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത് GST ആണ്. ഇപ്പോൾ കേരളം ഈസ് വൺ ഓഫ് എ മോസ്റ്റ് എക്സ്പെൻസീവ് സ്റ്റേറ്റ് കമ്പയർഡ് ടു ദുബായ്. ഐ മസ്റ്റ് സേ, ഒരു കസ്റ്റമർ കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ഗിവ് എ കൊട്ടേഷൻ, കേരളത്തിലെ കൊട്ടേഷൻ സ്റ്റാൻഡ്സ് ഇൻ ദ ഹയർ സൈഡ്. അപ്പോൾ ഈ GSTയിൽ 18% ഇപ്പോൾ ഹോട്ടൽസിനെല്ലാം നമ്മൾ GST പേ ചെയ്യുന്നത്. അതിൽ കുറച്ച് റിഡക്ഷൻ വേണം എന്നൊരു സജഷൻ കൂടിയുണ്ട്. സോ ദാറ്റ് വിൽ push more tourists and more packages we can sell. വേറെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ക്ലെൻലിനെസ് ആണ്. ഇപ്പം നമ്മുടെ മൂന്നാർ, കൊച്ചി, ഫോർട്ട് കൊച്ചി ഏരിയാസിൽ ആ സ്ഥലങ്ങളെല്ലാം പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ല. ഇറ്റ്സ് നോട്ട് ക്ലീൻ ഇനഫ്. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രോപ്പർ സിസ്റ്റം വേണം. ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ട പ്രോപ്പർ ഫണ്ട് അലോട്ട്മെൻറ്റ് വേണം. If that destinations are properly maintained, definitely international customers will be coming, more international customers will be coming. So either is one of the other challenges that we face, so that we expect some favorable decisions from budgets this time. Again, another point is regarding the sustainability. More focus need to be given on sustainable tourism this time. Thank you. ശ്രീമതി ശ്രീദേവി രതീഷ്, താങ്കൾ പറഞ്ഞതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വൃത്തിയുള്ള ശുചിത്വ സൗകര്യങ്ങൾ, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവയെല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ ക്രൗഡഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ്. ഇതിനെ ബഡ്ജറ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലത്തെ ബീച്ചിൽ പ്രോപ്പർ നമുക്ക് ഹൈ ടെക്നോളജി വേസ്റ്റ് കളക്ഷൻ മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട പ്രോപ്പർ ഫണ്ട്സ് ദേ ക്യാൻ അലോട്ട്. അതുപോലെ തന്നെ പബ്ലിക് ബാത്റൂംസ്, ടോയ്ലറ്റ്സ്, അസോ ഡ്രിങ്കിങ് വാട്ടർ. നമുക്കറിയാം ബീച്ചസിൽ ധാരാളം പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ബീച്ചിൽ കാണുന്നുണ്ട്. സോ പ്രോപ്പർ ഹൈലി ട്രീറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണം, ആ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ എണ്ണം ധാരാളമായി കുറയ്ക്കാൻ സാധിക്കും. സോ ഇതിനെല്ലാം നോട്ട് എസ്റ്റാബ്ലിഷ് ദീസ് കൈൻഡ് ഓഫ് സിസ്റ്റം, അതിന് ഡെഫിനറ്റ്ലി നമുക്ക് ഫണ്ട് ആവശ്യമാണ്. സോ ദാറ്റ് ദിസ് ബഡ്ജറ്റ് ഇഫ് ദേ ക്യാൻ അലോട്ട് ഇറ്റ്, ദാറ്റ് വിൽ ബി വെരി മച്ച് ഫേവറിങ് ടു കേരള. ശ്രീമതി വിനീത ഹരിഹരൻ,
ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളെ പിന്തുണയ്ക്കുന്നതിന് ബഡ്ജറ്റിൽ ഏതൊക്കെ നയ നടപടികൾ ഉൾപ്പെടുത്തണമെന്നാണ് താങ്കൾ കരുതുന്നത്? നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഓൺ യുവർ ഷോ. ഇപ്പൊ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് അധികം അത്രത്തോളം പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്പെഷ്യലി കേരള സ്റ്റേറ്റിൽ ഇത്രയും ഒരു ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള. ബിക്കോസ് എല്ലാവരുടെയും നോക്കുകയാണെങ്കിൽ വി ഹാവ് ഹിൽസ്, വി ഹാവ് സീസ്, വി ഹാവ് എവറി ആസ്പെക്ട് ഓഫ് ടൂറിസം നമുക്ക് കേരളത്തിലുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ അല്ലല്ലോ നമുക്ക് ആ ഒരു ബ്രാൻഡിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ടൂറിസത്തിന് വേണ്ട ഒരു പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ സ്പെഷ്യലി നമ്മളിപ്പോ നെയ്ബറിംഗ് കൺട്രി ശ്രീലങ്ക നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് അവരുടെ ബഡ്ജറ്റ് ലോപ്സൈഡഡ് ആയി. പക്ഷെ അവർ ടൂറിസമിന് കൊടുത്ത ഒരു എംഫസിസും അവരുടെ ഒരു ദ വേ ഓഫ് പാക്കേജിങ്, ദ വേ ഓഫ് മാർക്കറ്റിംഗ്, അവരുടെ പ്രൊഡക്ട്സും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. എസ്പെഷ്യലി നമ്മുടെ മുന്നാർ പോലെ ടീ എസ്റ്റേറ്റ്സിലൊക്കെ നമ്മുടെ ടീന്റെ ഒരു പാക്കേജിങ്ങിന്റെ രീതി, മാർക്കറ്റിംഗും അങ്ങനെ കുറെ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് ഉണ്ട്. Potential to export from Kerala to other countries definitely is there. പിന്നെ നോക്കുകയാണെങ്കിൽ there is also this aspect of pilgrimage tourism which central government ഒരുപാട് ഫണ്ട്സ് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് ബഡ്ജറ്റിൽ ഒരു 2500 കോടിയോളം സെൻട്രൽ ബഡ്ജറ്റ് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അതിൽ കേരളം അത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈം കേരള ബഡ്ജറ്റിൽ 0.2% ആയിരുന്നല്ലോ GDP-യുടെ. ഐ മീൻ 0.2% ടോട്ടൽ ബഡ്ജറ്റ് 1,84,000 crores എന്തോ ആയിരുന്നു ബഡ്ജറ്റ്. അതിൽ 0.2% മാത്രമാണ് ടൂറിസമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ കേരള ഇത്രയും ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റേറ്റിൽ 0.2% ഓഫ് ദ ബഡ്ജറ്റ് ഓൺലി ഹാസ് ബീൻ അലോക്കേറ്റഡ് ഫോർ ടൂറിസം. പക്ഷേ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലൈക്ക് നൗ ഫോർ എക്സാമ്പിൾ നമ്മുടെ കനാൽ സിസ്റ്റംസ് ഒന്ന് റീവാമ്പ് ചെയ്ത് റീഹോൾ ചെയ്ത് ഡ്രെഡ്ജിങ് ഒക്കെ ചെയ്തിട്ട് ഒരു പുതിയൊരു ലുക്ക് കൊടുക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. എസ്പെഷ്യലി കൊച്ചി പോലെ സിറ്റീസിലും ആലപ്പിയിലും ഡ്രെഡ്ജിങ്ങും ചെയ്തിട്ട് ക്ലീൻ കനാൽ സിസ്റ്റംസും. വെനസ് പോലെ ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റും ഒരു സിറ്റിയാണ് കൊച്ചി, ആലപ്പിയും കുമരകം. അവരൊക്കെ ഒരുപാട് ഹോട്ടൽസും റിസോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നോട്ട് ലിങ്കിങ് വിത്ത് നാച്ചുറൽ ഹെറിറ്റേജ്. ഈ റിസോർട്ട്സ് ഒക്കെ അവരുടെ ഇക്കോസിസ്റ്റമിൽ അവര് ഒരു എക്സിസ്റ്റ് ചെയ്യാണ്. പക്ഷെ കണക്റ്റഡ് വിത്ത് സ്റ്റേറ്റ് ഇക്കോസിസ്റ്റം അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ദ ഹോൾ കേരള ഇറ്റ്സെൽഫ് ഒരു ടൂറിസം ഹബ് ആയിട്ട് മാറ്റാൻ പറ്റും നമുക്ക്. റൈറ്റ് ഫ്രം നോർത്തേൺ സ്റ്റേറ്റ്, നോർത്തേൺ ഡിസ്ട്രിക്ട്സ് ടു ദ സദേൺ ഡിസ്ട്രിക്ട്സിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് ഉള്ള പോലെ നമുക്ക് ഒരു എവറി ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ഒരു ടൂറിസം പൊട്ടൻഷ്യൽ കണ്ടെത്താൻ പറ്റും. എസ്പെഷ്യലി ഇപ്പോൾ ഹോം സ്റ്റേസിനും അങ്ങനത്തെ കുറെ ആസ്പെക്ട്സിനും ഇപ്പൊ നമുക്ക് ഈ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം കുറച്ച് GST ക്രെഡിറ്റ്സും അങ്ങനെയൊക്കെ കിട്ടും. എസ്പെഷ്യലി ഹോട്ടൽ കൺസ്ട്രക്ഷനും കൂടിയും GST ക്രെഡിറ്റ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശ്രീമതി വിനീത ഹരിഹരൻ, താങ്കൾ പറഞ്ഞതുപോലെ ഈ ബഡ്ജറ്റിൽ കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന കിട്ടുമെന്ന് കരുതാൻ കഴിയുമോ? ടൂറിസം മേഖലയിൽ കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന കിട്ടും എന്ന് കരുതാൻ കഴിയുമോ? അതെ. അപ്പൊ ഞാൻ കണ്ട യൂണിയൻ ബഡ്ജറ്റ് അങ്ങനെ ഓരോരോ സ്റ്റേറ്റിന് പരിഗണന ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല യൂണിയൻ ബഡ്ജറ്റ്. 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറീസ് ഉള്ള ഒരു കൺട്രിയാണ് നമ്മള്. ഓവറോൾ ബഡ്ജറ്റാണ് കൊടുക്കുന്നത് അവര്. പക്ഷെ അതിന് നമ്മൾ എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഒരു കഴിവ്. കേരള ഗവൺമെന്റിന്റെ കഴിവ് കറക്കുന്നത് എത്രത്തോളം നമ്മൾ ഒരു ഡിമാൻഡ് ബേസ്ഡ് അലൊക്കേഷൻ ആണ്. വിച്ച് സ്റ്റേറ്റ് പ്രൊആക്റ്റീവ്ലി നമ്മൾ അപ്ലൈ ചെയ്താൽ അത് നമുക്ക് കിട്ടും. ഫാസ്റ്റ് ആൻഡ് പ്രോഗ്രസീവ്ലി നമുക്ക് അത് ആ ബഡ്ജറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്താൽ, ആ പ്രൊജക്ട്സിന് വേണ്ടി അപ്ലൈ ചെയ്താൽ കേരളത്തിന് ഡെഫിനറ്റ്ലി പ്രാധാന്യം കൊടുക്കും യൂണിയൻ ഗവൺമെന്റ്. ശരി, താങ്കൾ പറഞ്ഞതുപോലെ GST-യിൽ ഒരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ ബഡ്ജറ്റിൽ നിന്ന്? അതെ, GST ക്രെഡിറ്റ്സിന് നമുക്ക് കുറച്ച് ഒരു പ്രതീക്ഷകളുണ്ട്, ഹോപ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോ ഹോട്ടൽ കൺസ്ട്രക്ഷനും കുറച്ചൊരു GST പ്രാധാന്യം കിട്ടും എന്നാണ് നമ്മൾ ഹോപ്പ് ചെയ്യണത് ഈ വരുന്ന ബഡ്ജറ്റില്. ദെൻ ഐ തിങ്ക് അതർ ആസ്പെക്ട്സിലും GST ഇൻപുട്ട് ക്രെഡിറ്റ്സ് കിട്ടാനുള്ള ഒരു സാധ്യത ഹോം സ്റ്റേസിൽ കൺവേർട്ട് ചെയ്താൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് GST ഇൻപുട്ട് ക്രെഡിറ്റ്സ് കിട്ടും എന്നാണ് ഇപ്പോ വിചാരിക്കുന്നത് ഈ കമ്മിങ് ബഡ്ജറ്റില്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സൂരജ് നായർ, ടൂറിസം മേഖലയിലെ
ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഓഹരി വിപണി എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് ഈവനിങ് മിസ്റ്റർ ജെയിംസ്. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഏതാണ്ട് തായ്ലൻഡ് പോലത്തെ ഒരു രാജ്യത്തിന്റെ ഏതാണ്ട് 25% ഓഫ് GDP ഏതാണ്ട് ടൂറിസം സെക്ടറിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഓഫർ ചെയ്യുന്നത് അതിനേക്കാളും വലിയൊരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യലാണ്. അത് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് ഫിനാൻസ് മിനിസ്റ്ററും സെൻട്രൽ ഗവൺമെന്റും അതിന് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ്സും റിഫോംസും കൊണ്ടുവരുമെന്ന് ഇൻഡസ്ട്രി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ആദ്യം തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ഈ ബഡ്ജറ്റിൽ ഇൻകം ടാക്സ് കട്ട് ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും അത് ടൂറിസത്തിന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെഷർ ആയിരിക്കും. കാര്യം ഇൻക്രീസ്ഡ് ട്രാവൽ ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാവും. കാര്യം ഒരുപാട് ഡിസ്പോസിബിൾ ഇൻകം സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് വരാൻ നേരത്ത് അവർ കൂടുതൽ ട്രാവൽ സ്പെൻഡിലേക്ക് വരും. അതൊരു റിപ്പിൾ എഫക്ട് ലഗേജ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊന്ന്. രണ്ടാമത്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് സീക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സെക്ടറിൽ ഒരുപാട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. അതൊരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി വയബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിങ് മെത്തേഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഇൻഡസ്ട്രിയുടെ ആവശ്യമായി അവർ ഉന്നയിക്കുന്നു. പിന്നെ എയർലൈൻസിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് കുറച്ചുകൂടി കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഒരുപാട് റിഫോംസ് ആ സെക്ടറിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ കുംഭമേളയുടെ സമയത്ത് തന്നെ ടിക്കറ്റ് റേറ്റ്സ് ഈസ് ഗോയിങ് ത്രൂ ദ റൂഫ്. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടാണ് ടിക്കറ്റ് റേറ്റ്സ് വരുന്നത്. അതിനൊരു ശമനം വരുന്നുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ആ സെക്ടറിലേക്ക് വരണം. സോ ഗവൺമെന്റ് ആ സൈഡിലും കൂടെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തത് നന്നായിരിക്കും. പിന്നെ ഒരു ഡിജിറ്റൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വേണം ഈ ഹോട്ടൽ ലൈസൻസ് ഒക്കെ ഇഷ്യൂ ആകുന്ന നേരത്ത്. കാര്യം അതിന് ഒരുപാട് ഡിലേ വരുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. ആ സ്ഥലത്തും കൂടെ ഗവൺമെന്റ് കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൺവെൻഷൻ സെന്റേഴ്സ്, അതായത് 10 കോടിക്ക് മുകളിൽ ചിലവ് വന്ന് ഉണ്ടാക്കുന്ന കൺവെൻഷൻ സെന്റേഴ്സിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റേറ്റസ് കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇന്ത്യ പൊതുവെ മീറ്റിംഗ്സ് കോൺഫറൻസസ് എക്സിബിഷൻ എന്നിങ്ങനെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസും കൂടിയായി മാറുന്നത് നന്നായിരിക്കും. കാര്യം ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ്, ഒരുപാട് കമ്പനി കോർപ്പറേറ്റ് മീറ്റിംഗ്സ്, സെമിനാറുകളൊക്കെ ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻഡയറക്ട്ലി ടൂറിസം ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, റെയിൽവേ, എയർപോർട്ട്, പോർട്ടുകൾ അല്ലെങ്കിൽ ക്രൂസ് ഷിപ്സിന് വരാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ഏതാണ്ട് ടൂറിസം ഇൻഡസ്ട്രിയെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞത്. പിന്നെ ഒന്ന് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വിസ പ്രോസസ്, ഇൻബൗണ്ട് ആയിട്ടുള്ള ഒരു ഫോറിൻ ട്രാവലിന് ഒരു വിസ കിട്ടാൻ ഇത്തിരി താമസം ഉണ്ടാവുന്നുണ്ട്. ആ കാര്യത്തിലും കൂടെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെട്ടാൽ നന്നായിരിക്കും എന്നുള്ളത് ബഡ്ജറ്റ് വിഷയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ ട്രാവൽ ഏജൻസിനുള്ള GST ഒന്ന് റാഷണലൈസ് ചെയ്യണം. പിന്നെ ഹോട്ടൽസിനുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ കാര്യത്തിനും ഒരു GST ഓവറോൾ ഒരു ടാക്സ് ഫ്രെയിംവർക്കിന് ചെറിയ ചേഞ്ചസും ടിങ്കറിങ്ങും കൊണ്ടുവന്ന് കുറച്ചുകൂടി ഒരു സിംപ്ലിസിറ്റി ആ പ്രോസസ്സിന് കൊണ്ടുവരുന്നെങ്കിൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിന് അത് നന്നായിരിക്കും. ഇനി നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇന്ത്യ ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനുള്ള മെഡിക്കൽ ഡിവൈസസിന് നമ്മൾ ഫോറിൻ കൺട്രീസിന് അല്ലെങ്കിൽ ഇമ്പോർട്ടിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു PLI സ്കീം, അതായത് മെഡിക്കൽ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ഒരു PLI സ്കീം നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഗുഡ്സിനും നമ്മൾ മറ്റുള്ള മൊബൈൽ ഫോൺസിനും TV-ക്കും ഒക്കെ കൊടുത്തതുപോലെ ഈ ഇൻഡസ്ട്രിക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ അത് നന്നാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ഈ GSTയുടെ ഫ്രെയിംവർക്ക് ഒരുമാതിരി എല്ലാ ഇൻഡസ്ട്രിയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. GST റേറ്റിനേക്കാളും അതൊരു സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൽ പോകുന്നത് നന്നായിരിക്കും. ഓവറോൾ ഇത്രയും കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ശ്രീമതി ശ്രീദേവി രതീഷ്, ടൂറിസം മേഖലയിലെ താങ്കളെപ്പോലുള്ള വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് ഈ ബഡ്ജറ്റിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ടൂറിസം ഫീൽഡിൽ ധാരാളം വുമൺ ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് വുമൻസ് വരേണ്ടത് അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ്സ് സച്ച് എൻ ഓപ്പൺ ഇൻഡസ്ട്രി. അപ്പോൾ ഇതിന് സപ്പോർട്ടീവായിട്ട് വുമൻ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഗവൺമെൻറ്റിന് ദേ ക്യാൻ ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഫണ്ട്സ് ഓർ ലോൺസ്. പിന്നെ ടാക്സ് ബെനിഫിറ്റ്സ്, വുമൻ റൺ എൻ്റർപ്രൈസസിന് ടാക്സ് ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി കൊടുക്കണം. പിന്നെ ഒരു തരം വൺ കൈൻഡ് ഓഫ് ഹൈബ്രിഡ് മോഡൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്, ലൈക്ക് എസ്പെഷ്യലി ഫോർ മദേഴ്സ് ഹു ആർ വർക്കിംഗ്, അതിന് പോളിസീസ് വരണം. അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സിന് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനുള്ള പോളിസീസ് ഉണ്ടാവണം. ആൻഡ് those companies who support women empowerment, that companies should be incentivized. അതിനെ ആ കമ്പനികൾക്ക് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മോർ കമ്പനീസ് വിൽ സപ്പോർട്ട്
women, that too from the rural government, rural part. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ പഠിപ്പിച്ച് if they can bring into the tourism field, അങ്ങനെ ചെയ്യുന്ന കമ്പനികൾക്ക് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ് കൊടുക്കുകയാണെങ്കിൽ more company will take that initiative. And definitely more policies need to be given for safe transport of women, that too in late working hours. So this can bring a nalloru change, or a great change can be bring into the tourism sector, especially for women workers. ശ്രീ EM നജീബ്, ടൂറിസം മേഖല ഈ ബഡ്ജറ്റിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ടൂറിസം മേഖല പ്രധാനമായിട്ട് ഈ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ കൂടുതൽ ടൂറിസം അലോക്കേഷൻസ് ആണ്. കാര്യം നമ്മുടെ ടൂറിസം സെക്ടറിലേക്കുള്ള അലോക്കേഷൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന റെപ്രസെന്റേഷനിൽ ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ ഭാഗമാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഇൻ അലോക്കേഷൻ, ടോട്ടൽ അലോക്കേഷൻ ഉണ്ടാകണം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഈ എബ്രോഡില് ഇന്ത്യയിലെ ടൂറിസം പ്രൊമോഷൻസിന് വേണ്ടിയുള്ള ഇന്ത്യ ടൂറിസം ഓഫീസേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിർത്തലാക്കിയിട്ട് അത് ഇന്ത്യൻ എംബസി വഴി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഇന്ത്യൻ എംബസി വഴി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അതിന് ചാർജ് ആയിട്ട് വരുന്നത്. പക്ഷെ അയാൾക്ക് മിക്കവാറും വേറെ റെസ്പോൺസിബിലിറ്റീസ് കാണും. അപ്പോൾ ഒരു ഫോക്കസ്ഡ് എഫേർട്ട് ഓഫ് ടൂറിസം പ്രൊമോഷൻ ഈസ് ആക്ച്വലി നോട്ട് ഹാപ്പനിങ് ഇൻ എബ്രോഡ് through the government of India offices or the Indian embassies, unfortunately. But that has been brought to the attention of the government of India officials as well as the ministers. So our demand is either you restart the tourism offices because they are focused, their focused effort is to promote tourism in a substantial way by involving the local tour operators and the hospitality professionals, so that India will be always promoted, India will be always visible, India's tourism products will be always available there. Unfortunately, അതിപ്പോൾ സംഭവിക്കുന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ 1-2 ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യൻ എംബസിയിൽ ടൂറിസം പ്രൊമോഷൻസിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ they will be in a position to promote the country very well. ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് കൂടുതൽ വരേണ്ടതുണ്ട്. കാര്യം ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ചെയ്ത ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ രാജ്യങ്ങളും കമ്പീറ്റ് ചെയ്യാണ്. എല്ലാ രാജ്യങ്ങളും ടൂറിസ്റ്റുകളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഹയസ്റ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രീ കോവിഡ് ലെവലിലേക്കുള്ള ടൂറിസം അറൈവൽസ് ഇതുവരെ എത്തിയിട്ടില്ല. പ്രീ കോവിഡ് സമയത്തുള്ള ടൂറിസം അറൈവൽസ് ഏകദേശം ഒരു 50-60% വരെ നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ പല രാജ്യങ്ങളിലും പഴയ പ്രീ കോവിഡ് സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് എക്സീഡ് ചെയ്യുന്ന പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള പ്രൊമോഷൻസ് നടക്കണം. ഇന്ത്യൻ ഹോട്ടൽസും ഹോസ്പിറ്റാലിറ്റി സെക്ടറും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ടൂറിസം ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ ദ ലാസ്റ്റ് couple of years after the COVID situation. Prime Minister himself has taken the initiative in promoting domestic tourism in a substantial way, and trust has been given for domestic tourism so that tourism മേഖല നന്നായിട്ട് പോകുന്നത്. പക്ഷേ international is the crux of the point, because their expenditure will be very high, the foreign exchange earning will be very high, the job opportunity is very high. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് പോയിന്റ്സ് ഇന്റർനാഷണൽ ടൂറിസം ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും. അത് ഇപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നിലവിൽ വന്നിട്ടില്ല. അത് വരേണ്ട ആവശ്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ എം നജീബ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസ നടപടികൾ ലളിതവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചനകൾ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ബഡ്ജറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ടൂറിസം ആക്ച്വലി വിസ നടപടികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് വളരെയധികം ഇംപ്രൂവ്മെന്റ് നടന്നിട്ടുണ്ട്. കാര്യം ഒരുപാട് രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിസ കൊടുത്തിട്ടുണ്ട്. അത് വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടാണ് ആ കാര്യത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നടപടി എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങളിലൂടെ ചില രാജ്യങ്ങളിൽ അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് റിസർവേഷൻ ഉണ്ട്. ആ രാജ്യങ്ങളിൽ കൂടെ എസ്പെഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ ടൂറിസം വരാൻ സാധ്യതയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ കൂടിയുള്ള വിസ അറൈവൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇന്ത്യ ക്യാൻ ബി എ ഹബ് ഓഫ് മെഡിക്കൽ വാല്യൂ ട്രാവൽ. കാര്യം നമുക്ക് ഇഷ്ടംപോലെ ഹൈ ക്ലാസ് ഹോസ്പിറ്റൽസ്
ഇന്റർനാഷണലിയും നാഷണലിയും അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. ഐ എം ഓൾസോ റെപ്രസെന്റിംഗ് ഹോസ്പിറ്റൽ ശൃംഖല റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മെഡിക്കൽ വാല്യൂ ട്രാവലിന് കൂടി ആ ട്രസ്റ്റ് നമുക്ക് പ്രയോജനപ്പെടുക്കാനും വിസ ഓൺ അറൈവൽ വരികയാണ്. മെഡിക്കൽ വിസ ഇപ്പൊ തന്നെ ഉണ്ട്. മെഡിക്കൽ വിസയിൽ വരുന്ന ആൾക്ക് ഒരാളിനെ അക്കമ്പനി ചെയ്യുന്നുള്ള വിസ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ലഭിച്ചിരിക്കുന്നതല്ലായിരിക്കും, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. മിഡിൽ ഈസ്റ്റ് ആണ് ഈ മെഡിക്കൽ വാല്യൂ ട്രാവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. കാര്യം എല്ലാവരും തന്നെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പം പോകുന്നത് തായ്ലൻഡിലും സിംഗപ്പൂരും അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഇപ്പൊ പോകുന്നത്. യൂറോപ്പിൽ നിന്ന് പോലും നമുക്ക് മെഡിക്കൽ വാല്യൂ ട്രാവലിന് ആൾ വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോങ് വെയിറ്റിംഗ് പീരിയഡ് ആണ്, അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പ്രയാസമാണ്, ഹൈ എൻഡ് ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഒരുപാട് ക്യൂ എടുക്കേണ്ടി വരും, അൺലെസ് ഇറ്റ് ഇസ് അക്യൂട്ട് എമർജൻസി. അപ്പൊ അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം ആ മേഖലയിലുള്ളവർ നേരിടുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ എന്തെല്ലാം നടപടികളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി കഴിഞ്ഞ 22 വർഷമായിട്ട് 24 വർഷമായി 25 വർഷമായിട്ട് നടക്കുക. 2020-ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. And I was president for Kerala Travel Mart Society almost for 6 years. നമ്മുടെ ഒരു കോൺഫെഡറേഷൻ, അതായത് ഇന്ത്യ ടൂറിസം ഇൻഡസ്ട്രി with the government, we have created an excellent partnership and we have been working together to promote tourism in all the tourism segment in Kerala. അതിനകത്ത് എല്ലാ സെഗ്മെന്റും ഉണ്ട്. ഓൾമോസ്റ്റ് അബൌട്ട് 30-35 സെഗ്മെന്റ്സ് അങ്ങനെ ഫംഗ്ഷൻ ചെയ്തത്. ഹോം സ്റ്റേസ് മുതൽ, ഹൗസ് ബോട്ട്സ് മുതൽ, ആയുർവേദ സെന്റേഴ്സ് മുതൽ, ഹിൽ സ്റ്റേഷൻസ് മുതൽ, അങ്ങനെ ഒരുപാട് സബ് സെഗ്മെന്റ്സ് ഉൾപ്പെടെയുള്ള സെഗ്മെന്റ്സ് വളരെ കൂട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേ ഒരു മോഡൽ കേരള മെഡിക്കൽ വാല്യൂ ട്രാവൽ സൊസൈറ്റി, അതായത് കേരളത്തിലെ മെഡിക്കൽ വാല്യൂ ട്രാവൽ പ്രൊമോട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഇന്റർനാഷണലും നാഷണലും ആയിട്ടുള്ള അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസും ഗവൺമെന്റും സംയുക്തമായി ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മെഡിക്കൽ വാല്യൂ ട്രാവൽ ടൂറിസ്റ്റിനെ കിട്ടാനായിട്ടുള്ള രാജ്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ക്യാൻ ബി വൺ ഓഫ് ദി മെഡിക്കൽ വാല്യൂ ട്രാവൽ ഹബ്, because our medical travel facilities are excellent and a lot of international people are coming for treatment. Even the tourists who are coming for vacation, they also select elective procedures when they come here and they book it in advance and they come and they do it, and things like that. പിന്നെ വേറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റ്സും നമ്മൾ മെഡിക്കൽ വാല്യൂ ട്രാവൽ ഉൾപ്പെടുത്തി ഫോറിനേഴ്സിന് ഫെസിലിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് വരും. മെഡിക്കൽ വാല്യൂ ട്രാവൽ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് എംപ്ലോയ്മെന്റ് ആസ് വെൽ ആസ് generating more revenue for the state and foreign exchange. ശരി, ഞാൻ താങ്കളിലേക്ക് വേറൊരു ഡിമാൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ tourism has to be recognized as an export industry, because export industryയുടെ സ്റ്റാറ്റസ് ടൂറിസത്തിന് കിട്ടുകയാണെങ്കിൽ that will be a big boost for tourism development in India. And also മടങ്ങി വരാം. ശ്രീമതി വിനീത, ശ്രീ EM നജീബ് പറഞ്ഞതുപോലെ ടൂറിസത്തിന് അങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? എക്സ്പോർട്ടിന്റെ ഒരു സ്റ്റാറ്റസ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? Tourism per se അങ്ങനെ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് ടൂറിസം ലിങ്ക്ഡ് ഇൻഡസ്ട്രീസ്, ആൻസിലറി ഇൻഡസ്ട്രീസിന് അവർക്ക് MSMEസിനൊക്കെ എക്സ്പോർട്ട് ഓറിയന്റഡ് സ്റ്റേറ്റസ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ടൂറിസം ഒരു വലിയൊരു സെക്ടർ ആണല്ലോ, ഇറ്റ്സ് അക്രോസ് വേരിയസ് ഡൊമൈൻസ്. അപ്പൊ അങ്ങനെ ടൂറിസം പെർ സെ എക്സ്പോർട്ട് ഓറിയന്റഡ് ഇൻഡസ്ട്രി ആയിട്ട് കാണാൻ because it is actually bringing in a lot of earnings inside India, so it's mostly attracting foreign tourists to India. That should be the objective of the tourism sector. അതാണ് ഞാൻ കാണുന്നത്. അതുപോലെ EM നജീബ് പറഞ്ഞതുപോലെ ടൂറിസത്തിൻ്റെ മെഡിക്കൽ ടൂറിസവും പിൽഗ്രിമേജ് ടൂറിസവും മറ്റും പ്രോത്സാഹിപ്പിക്കുന്നതിന് ബഡ്ജറ്റിൽ പരാമർശങ്ങൾ ഉണ്ടാകുമോ, നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ? Yes, definitely. Pilgrimage tourism already last budgetlum emphasize ചെയ്തിട്ടുണ്ട്. സ്വദേശി ദർശനം അങ്ങനത്തെ കുറെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്.
And for pilgrimage tourism, കുറച്ച് കാലങ്ങളായിട്ട് യൂണിയൻ ഗവൺമെന്റ് is encouraging pilgrimage tourism. ആൻഡ് അതിലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഒരുപാട് ചർച്ചസും അമ്പലങ്ങളും കുറെ we have the oldest mosque in India also in കൊടുങ്ങല്ലൂർ. അങ്ങനത്തെ കുറെ ഹെറിറ്റേജ് സൈറ്റ്സ് നമ്മുടെ ടൂറിസം പ്ലസ് റിലീജിയസ് കം ഹെറിറ്റേജ് സൈറ്റ്സ് കേരളത്തിലുണ്ട്. അപ്പൊ there is immense scope for pilgrimage tourism. At the same time ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു സ്കോപ്പ് ഉണ്ട് ടൂറിസം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ എവറി ഡിസ്ട്രിക്ട് if they can identify one potential tourism hub, നമ്മളെ ലോക്കൽ ഗവൺമെന്റും പിന്നെ നമ്മുടെ ലോക്കൽ പോപ്പുലേഷനെ എംപ്ലോയ് ചെയ്യുന്ന പോലെ ഒരു ടൂറിസ്റ്റ് ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്താൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വിമനെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് ഫോക്കസ്ഡ് ഓൺ വിമൻ. കുടുംബശ്രീ മൂവ്മെന്റ് ഇസ് വെരി ആക്റ്റീവ് ഇൻ കേരള. അപ്പൊ നമ്മൾ കുടുംബശ്രീ വിമനെ തന്നെ എംപ്ലോയ് ചെയ്യുന്ന രീതിയിൽ ടൂറിസം ഹബ്സ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കേരളത്തില്. ശരി, ശ്രീ എം നജീബ്, ടൂറിസത്തിന് ഞാനൊരു പോയിന്റ് പറയാൻ വന്നത് ഇവിടെ വിനീത മാഡം പറഞ്ഞ പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡെസ്റ്റിനേഷൻ ഈ നമ്മുടെ പുതിയ ടൂറിസം പോളിസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് വന്നേക്കുന്നത് ഡെസ്റ്റിനേഷൻ കോമ്പറ്റീഷനാണ്. ഇപ്പൊ ഡെസ്റ്റിനേഷൻസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ഓരോ ഡെസ്റ്റിനേഷൻ ഇപ്പൊ ഗവൺമെന്റ് 100 ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ 200 ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ്സ് മുഴുവൻ ആ ഡെസ്റ്റിനേഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദാറ്റ് ഡെസ്റ്റിനേഷൻ വിത്ത് ഓൾ ദി എമിനിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് വിത്ത് ഓൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് which can happen in destinations. So the competition is going to be between destinations, and that will be a quality upgradation for the and quality change for the tourism development in India. That's a good policy shift introduced by Government of India in the new tourism policy. So that can bring in a good result, and Kerala state government also can focus on these matters instead of whatever money they get, they should not try and invest in all the areas. Instead of that, every year they should focus on 3 or 4 destinations and develop that destination and promote that destination and market that destination so that we can bring in more tourists to that destination. നേരത്തെ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ വൈസിന്റെ കാര്യമാണ്. വൈസിന്റെ കാര്യം ഇവിടെ ഒരാൾ പ്രത്യേകം പറയുന്ന ഒരു ഞാൻ കുറച്ച് കേട്ടതാണ്. വൈസ് ഈസ് എ മേജർ സെഗ്മെന്റ് ഫോർ കേരള ബിക്കോസ് പീപ്പിൾ പ്രിഫർ ടു കം ടു കേരള ഓൺ വൈസ്. ഓൺലി തിങ് ഈസ് നമുക്ക് മൈസ് ക്ലസ്റ്റേഴ്സ് ഉണ്ടാകണം. കേരളത്തിലെ ഇപ്പോ എന്ന് പറഞ്ഞാൽ റോഡ് കണ്ടീഷൻസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു ട്രാവൽ one place to another place. Probably it may be changed in another 1 or 2 years. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ നമ്മുടെ കൊച്ചിൻ സിറ്റിയിൽ തന്നെ നമുക്ക് ഒരുപാട് മൈസ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. മെരിഡിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഹയാത്ത് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള അല്ലെങ്കിൽ മലബാർ ഉണ്ട്. പക്ഷെ ഇവിടെയെല്ലാം രാവിലെയും വൈകുന്നേരവും പോയി വരാനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി പറഞ്ഞാൽ you select 4 or 5 destinations in Kerala and come out with MICE clusters there. All the hotels face exhibition centers, conference facilities, entertainment centers and everything, so that people can come and stay in those hotels in that location and conduct the MICE programs and go back without any problem to the airport and go, instead of going round and round in the city and get into the traffic jams. This is another important segment which we have to really cash on and move forward. നജീബ്, നമ്മുടെ പാനലിസ്റ്റുകളിൽ ഒരാൾ പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ ഡെസ്റ്റിനേഷനുകളിലൊക്കെ ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ പോലും ഇല്ല എന്നൊരു പരാതി നമ്മുടെ പാനലിസ്റ്റുകളിൽ ഒരാൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങൾക്ക് ബഡ്ജറ്റിൽ നടപടികൾ ഉണ്ടാവേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിലെ ഫെസിലിറ്റി നോക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോ പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് നിന്ന് വയനാട് റോഡ് പോവുകയാണ്. റോഡ് കണ്ടീഷൻസ് ആർ ഓൾവേസ് എ പ്രോബ്ലം. അല്ലെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ തേക്കടിയിലേക്ക് പോവുകയാണ്. വി ഫേസ് എ ലോട്ട് ഓഫ് കൺസേൺസ്. പോകുന്ന വഴിയിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കൺസേൺസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരു സമയബന്ധിതമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. ഗവൺമെന്റ് കേരള തന്നെ പല രീതിയിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം അങ്ങനെയൊക്കെയുള്ള പല പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും തന്നെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലുള്ള സക്സസ്ഫുൾ ആകുന്ന സിറ്റുവേഷനിൽ എത്തിയില്ല. പ്രൈവറ്റ് സെക്ടറാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. പക്ഷെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പറ്റൂ. കാര്യം ഇനിഷ്യൽ സപ്പോർട്ട് ഈസ് വെരി മച്ച്
റിക്വയർഡ്. നമ്മൾ നേരത്തെ തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ടി ഹെലികോപ്റ്റർ ടൂറിസം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ ഇയേഴ്സ് ബാക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി we could not be successful on that. We lost a lot of money. പക്ഷെ now ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരള has brought back the helicopter tourism. പക്ഷെ ഹെലികോപ്റ്റർ ടൂറിസം കൊണ്ടുവരുമ്പോൾ ഒരു ഹെലികോപ്റ്റർ 2 ഹെലികോപ്റ്റർ വെച്ച് ഓപ്പറേറ്റ് ചെയ്താൽ നടക്കത്തില്ല. You have to have 10 helicopters going up and down, backwards and forwards. ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് വരുന്നത്. Okay, there is a helicopter available always for us to travel to one place to another place so that they can travel. അപ്പോൾ ബേസിക് കാര്യം എന്താണ്? ഹാസൽ ഫ്രീ ഹോളിഡേ ആണ് നമ്മൾ ഒരാളിന് ഇവിടെ വരുന്ന ഒരാളിന് കൊടുക്കുന്നത്. ഹാസൽ ഫ്രീ ഹോളിഡേ, ദാറ്റ് ഈസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. That is what everybody is looking for. If you are going to a destination, that is what we are looking for. അപ്പോൾ ഹാസൽ ഫ്രീ ഡെസ്റ്റിനേഷൻ ഹോളിഡേ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് അറൈവൽ, ഡിപ്പാർച്ചർ ഫെസിലിറ്റീസ് ആൻഡ് ഫ്രം ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷൻ ഫെസിലിറ്റീസ്, സ്റ്റേയിങ് ഫെസിലിറ്റീസ്, കോൺഫറൻസ് ഫെസിലിറ്റീസ്, എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഈറ്റിംഗ് ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് അത്രയും പ്രോഡക്ട്സ് നമ്മൾ എടുത്തുകൊണ്ട് അത് സ്മൂത്ത് ആക്കി കൊണ്ടുപോകാനുള്ള എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അത് സമയബന്ധിതമായി ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം നമ്മളത് ഒരു ഡെവലപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്, ഒരു ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണ്. നമ്മൾ വളരെയധികം മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ഇമേജ് കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് എൻഹാൻസ് ചെയ്യണം, അത് റീറ്റെയിൻ ചെയ്യണം. അത് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ഓൺ ദി ഡെസ്റ്റിനേഷൻസ് ഉണ്ടാകും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി ശ്രീദേവി രതീഷ്, ടൂറിസം വ്യവസായത്തിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന്, MSMEകളെ മറ്റും പിന്തുണയ്ക്കുന്നതിന് ബഡ്ജറ്റിൽ എന്തൊക്കെ നടപടികൾ ഉൾപ്പെടുത്തണം? MSME പോലത്തെയുള്ള സ്മോൾ കമ്പനീസിനെ അവരെ ഒന്നും കൂടി എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി പ്രോപ്പർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു ബി ഗിവൻ. അതുപോലെ തന്നെ പ്രോപ്പർ ഗ്രാൻഡ് ടു ബി ഗിവൻ ഫോർ ദ R&D സെക്ഷൻസ് ഓഫ് ദീസ് MSME ഇൻഡസ്ട്രീസ്, ആസ് വെൽ ആസ് ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും സ്കിൽ ഡെവലപ്മെൻറ്റിന് ഫണ്ട് നീഡ് ടു ബി അലോട്ടഡ്, ആസ് വെൽ ആസ് എന്തെങ്കിലും ഒരു പാൻഡമിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ പ്രോപ്പർ ക്രെഡിറ്റ് സപ്പോർട്ട് ഷുഡ് ബി ഗിവൻ ടു ദീസ് MSME. അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ഫോർ എസ്പെഷ്യലി ഇൻ ദ മാർക്കറ്റിംഗ് ഫീൽഡ്, അതിൽ എന്തൊക്കെ ടെക്നോളജീസ് കറൻ്റ്ലി അവൈലബിൾ ആണ് അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ട്രെയിനിങ്, അതിനു വേണ്ട ഫണ്ട് അലോട്ട്മെൻറ്റ് ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീമതി ഹരിഹരൻ, ടൂറിസം മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനെ ബഡ്ജറ്റ് ഏതു തരത്തിൽ പ്രോത്സാഹിപ്പിക്കും? Right, like AI pole adalle parayna new technology. Yeah, definitely. So AI is cutting across domains. Ipo nokkanengil AI technologies use ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൂറിസം ചെയ്യാൻ പറ്റും. Right from the ticketing to the booking of hotel rooms, പിന്നെ അതില്ലാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ AI കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ also including robotics, maybe robots also, but at the same time taking care of of giving employment to the local population. അതാണ് നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ഉണ്ട്, technology and using the local population for employment. So definitely പക്ഷേ AI പോലെ ന്യൂ ഏജ് ടെക്നോളജീസിന് ഒരുപാട് എംഫസിസ് ജനറലി കൂടി ഈ ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി സ്പേസും AI-യും ആണ് ഇപ്പോൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത് ഒരു മേഖലയാണ്. സ്പേസ് ടൂറിസം കൂടിയും അതിന് വേണ്ടിയിട്ടും ചിലപ്പോൾ കുറച്ച് ബഡ്ജറ്റ് കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂ ഏജ് ടെക്നോളജീസ് ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ഫോക്കസ് ഇൻ ദിസ് കമ്മിങ് ബഡ്ജറ്റ്. പിന്നെ ഐ ജസ്റ്റ് വാണ്ട് ഒരു പോയിന്റ് എനിക്കൊന്ന് റേസ് ചെയ്യണമായിരുന്നു. നജീബ് ജി പറഞ്ഞ പോലെ തന്നെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കേരള ഒരു ലോങ് ഒരു റിബൺ ഡെവലപ്മെന്റ് ആണ്. NH47-ഉം NH17-ഉം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എസ്പെഷ്യലി വിമൻ ട്രാവലേഴ്സ് ഫെസിലിറ്റീസിന്റെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ കുറെ ശ്രമിച്ചിട്ടുണ്ട് കേരള ഗവൺമെന്റ്, പക്ഷെ അതിനുള്ള മെയിൻ്റനൻസ് ആണ് നമുക്ക് തോന്നുന്നു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വഴി നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ ചൈനയിലൊക്കെ പോയാൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ എവറി അവർ ആൾക്കാർ അത് ക്ലീൻ ചെയ്യുന്നുണ്ടാവും ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. അപ്പൊ അങ്ങനത്തെ ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ എന്തായാലും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രൈവറ്റ് സെക്ടർ industries will be ready to come and participate in the development of wayside amenities in Kerala. ശരി, ശ്രീ നജീബ്,
താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോവിഡിന് മുമ്പുണ്ടായിരുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കോവിഡ് ചെലുത്തിയ ഒരു ആഘാതം ബഡ്ജറ്റിന് എങ്ങനെ മറികടക്കാൻ കഴിയും? നമ്മുടെ ആഭ്യന്തര ഡെസ്റ്റിനേഷനുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതൊരു ആവശ്യമല്ലേ? അല്ല, ആഭ്യന്തര ഡെസ്റ്റിനേഷനിൽ കാര്യമായിട്ട് ആക്ച്വലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആഭ്യന്തര ടൂറിസത്തിന്റെ സ്ട്രെങ്തിലാണ് ഇപ്പോൾ ടൂറിസം ഇൻ ഇന്ത്യ ആൻഡ് ടൂറിസം ഇൻ കേരള നിലനിൽക്കുന്നത്. ആഭ്യന്തര ടൂറിസത്തിന് നല്ല പ്രാധാന്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. പ്രൈം മിനിസ്റ്റർ തന്നെ പല പ്രാവശ്യം അതിനെപ്പറ്റി ഊന്നൽ നൽകുകയും പ്രസ്താവന നൽകുകയും. അതോടൊപ്പം പിൽഗ്രിമേജ് ടൂറിസം, ഇപ്പൊ ഈ നമ്മുടെ ഈ മഹാകുംഭമേള ഉണ്ടല്ലോ, അത് തന്നെ ഒരു വലിയൊരു ഇന്റർനാഷണൽ ഇവന്റ് ആണ്. അപ്പൊ അത് ഒരു വലിയൊരു പ്രൊമോഷനാണ്, രാജ്യത്തിന് വേണ്ടിയുള്ള വലിയൊരു പ്രൊമോഷൻ. കാര്യം അത്രയും ഒരു ഇവന്റ് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ടെമ്പററി ആണെങ്കിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടത്തുക എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയുള്ള പിൽഗ്രിമേജ് ഈവന്റ്സ് നന്നായി ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. കേരളത്തിലും ഡൊമസ്റ്റിക് ടൂറിസത്തിന് നല്ല ഊന്നലുണ്ട്. പക്ഷേ നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസം കൊണ്ട് മാത്രം ഒരു ലോങ് ടൈം ആയിട്ട് നിൽക്കാനൊക്കത്തില്ല. ഇന്റർനാഷണൽ ടൂറിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഡൊമസ്റ്റിക് ടൂറിസം അതിനകത്ത് ഉള്ള റവന്യൂ ഏർണിങ്സിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലുക്ക് അറ്റ് ശ്രീലങ്ക, ലുക്ക് അറ്റ് സിംഗപ്പൂർ, ലുക്ക് അറ്റ് മലേഷ്യ, ലുക്ക് അറ്റ് ബാങ്കോക്ക്, അല്ലെങ്കിൽ ലുക്ക് അറ്റ് ദുബായ്, ഈ ഡെസ്റ്റിനേഷനിലെല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻസ് ആണ് either number 1 or number 2 on arrival, if you take the arrival details or if you look at the spending amounts. So substantial ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനിൽ ഇന്ത്യൻസ് നൽകുന്നത്. അപ്പൊ ആ ഇന്ത്യൻസിനെ ഇന്ത്യയിലേക്ക് തന്നെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏർണിങ്സ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഒരു മിക്സ് ഓഫ് ഫോറിൻ ഏർണിങ്സ് ഉണ്ടാകണം, അത് നിർബന്ധമാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള പ്രൊമോഷൻസ് ആണ് അഗ്രസീവായിട്ട് ചെയ്യേണ്ടത്. ഇന്ത്യൻ ഡൊമസ്റ്റിക് ടൂറിസത്തിൽ ശരിക്കും പറഞ്ഞാൽ, കാര്യം ഇപ്പൊ ഡൊമസ്റ്റിക് ടൂറിസം അഡ്വാൻറ്റേജ് പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റിൽ നിപ്പ വൈറസ് വന്നു, ബട്ട് വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ്. കാര്യം വെച്ചാൽ വി നോ ദാറ്റ് ഈസ് concentrated in a small place. We will go via Calicut to Wayanad, and then we will go to Mekal from there. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രോബ്ലം ഇല്ല. അതേസമയം ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ആണെങ്കിൽ they will be very apprehensive to come to Kerala. ഇപ്പൊ വയനാട് ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റി? The entire Wayanad and the entire Kerala was omitted by people because people thought, the entire Kerala is a problematic state. Because we have advertised a lot and we have done a lot of marketing to erase that impression. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് ഇന്റർനാഷണൽ ടൂറിസം ഉണ്ട്. പക്ഷേ ഡൊമസ്റ്റിക് ടൂറിസത്തിന് എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല. ഇപ്പൊ ഏതെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും, അല്ലെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏതെങ്കിലും സംസ്ഥാനത്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും we can avoid that particular place and go to another destination and enjoy the holiday. ശരി, ശ്രീ നജീബ്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് ടൂറിസത്തിന്റെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയുമ്പോൾ തന്നെ എയർ കണക്ടിവിറ്റി, റെയിൽ, റോഡ് കണക്ടിവിറ്റി, ഇതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അല്ല, അതിനകത്ത് വെച്ചാൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് റോഡിലും റെയിലിലും എയറിലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അതിന്റെ എത്രയോ ഫോൾഡ് ആണ്. നമ്മുടെ ഡിമാൻഡ് ഈസ് വെരി ഹൈ. ഇപ്പൊ റെയിൽ എന്ന് പറയുക, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വന്ദേ ഭാരത് കൊണ്ടുവന്നു. വന്ദേ ഭാരത് ഈസ് റണ്ണിങ് ഫുൾ. 2 വന്ദേ ഭാരത് കൊണ്ടുവന്നു, ഇറ്റ് ഈസ് റണ്ണിങ് ഫുൾ. അപ്പൊ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന് നമുക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്. റോഡ് കണക്ടിവിറ്റി, റോഡ് കണ്ടീഷൻ ഈസ് ബാഡ്, ഡെഫിനറ്റ്ലി ബാഡ്. റോഡ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഇതുണ്ടാവും. റെയിൽ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യും. ഡൊമസ്റ്റിക് എയർ കണക്ടിവിറ്റി സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്യും. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് ഈ എന്താണ് എയർ കണക്ടിവിറ്റിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് എയർപോർട്ട് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്, ഒരുപാട് എയർലൈൻസ് കൂടിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് 100% ഇംപ്രൂവ്മെന്റ് ആണ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിലും പാസഞ്ചേഴ്സിലും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കൊച്ചി അതുപോലെ തന്നെയാണ്, കാലിക്കറ്റും അതുപോലെ തന്നെയാണ്. കണ്ണൂർ മാത്രമാണ് കുറച്ച് റെസ്ട്രിക്റ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. അതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷുഡ് ചേഞ്ച് ദ പോളിസി on Kannur, that will help that airport because we have spent a lot of money to create that airport. Unfortunately, government of India is not giving permission for international airlines to operate to that destination. So government of India should reconsider that and do that so that it will be good for the state. And government of Kerala should put pressure on that. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി വിനീത ഹരിഹരൻ, ശ്രീ നജീബ് സൂചിപ്പിച്ചതുപോലെ റെയിൽ, റോഡ്, എയർ കണക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ ബഡ്ജറ്റിൽ തുക നീക്കിയിരുത്തും എന്ന് കരുതുന്നുണ്ടോ?
അതെ, ഷുവർലി. ഇപ്പോ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഒരു ഫോക്കസ് ആയിരുന്നല്ലോ കഴിഞ്ഞ കുറെ ബഡ്ജറ്റ്സിലും നമുക്ക് കാണാൻ കിട്ടിയത്. ഹൈവേസ്, റോഡ്സ്, റെയിൽ, എയർ, ഇതിന്റെ കണക്ടിവിറ്റി ഇംപ്രൂവ്മെന്റിന് റെഗുലർലി ബഡ്ജറ്റിൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻക്രിമെന്റൽ ഗ്രോത്ത് ആണ് ഉള്ളത്. പെർഫോമൻസ് ഓൾസോ അതേപോലെ തന്നെ ഇറ്റ്സ് വെരി ഗുഡ്. എസ്പെഷ്യലി ഹൈവേസും എയർപോർട്ട്സ്, റെയിൽവേസിന് ഒരുപാട് മോഡേണൈസേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും സമ്മതിക്കും അത്. ഈവൻ ഓർഡിനറി മാൻ വിൽ അഗ്രി ദാറ്റ് നമ്മുടെ റെയിൽവേസ് ഒരുപാട് മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ വന്ദേ ഭാരത് ട്രെയിൻസിന്റെ മേ ബി സം മോർ അനൗൺസ്മെന്റ്സ് ഫോർ വന്ദേ ഭാരത് ട്രെയിൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ തന്നെ ഹെറിറ്റേജ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള റെയിൽ കണക്ടിവിറ്റിയും ചിലപ്പോ കാണാൻ സാധ്യതയുണ്ട്. പിൽഗ്രിമേജ് സെന്റേഴ്സിന് കണക്ട് ചെയ്യാനായിട്ടുള്ള റെയിൽവേസിന്റെ ഒരു പ്രൊവിഷനും നമുക്ക് മേ ബി വി കൻ എക്സ്പെക്ട്. Other infrastructures actually a very key fundamental requirement tourism development വേണ്ടിയിട്ട്. So tourism and infrastructure intricate linkages ഉണ്ട്. അപ്പോ അത് അല്ലാണ്ട് ടൂറിസം ഇസ് ആക്ച്വലി ഒരു വാട്ട് കംസ് ഫസ്റ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ടൂറിസം ആണ്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ തിങ്ക് കേരള നമുക്ക് ഇൻഹെറന്റ്ലി നാച്ചുറലി ബെസ്റ്റൗഡ് റിസോഴ്സസ് ഉണ്ട്. God's own country and ഒരുപാട് it's blessed with natural resources. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി ചെയ്താൽ ഐ തിങ്ക് ഒരു ഗ്രേറ്റ് സക്സസ് ആയിരിക്കും കേരള. ഫോർ എക്സാമ്പിൾ കനാൽ ഡെവലപ്മെന്റ്, കനാൽസ് ക്ലീൻ ചെയ്തിട്ട് ഡ്രെഡ്ജ് ചെയ്തിട്ട് അത് വാട്ടർ ട്രാൻസ്പോർട്ടിന് അല്ലാണ്ട് തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ആയിട്ട് ഉപയോഗിക്കാം. അതില്ലാണ്ട് തന്നെ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള പഴയ ബോട്ട് സിസ്റ്റംസും കാനോസും ഒക്കെ ചെയ്തിട്ട് കശ്മീരിലൊക്കെ ദാൽ ലേക്ക് ക്ലെൻസ് ചെയ്തപോലെ തന്നെ നമുക്ക് ഇവിടെയും അങ്ങനെ ഒരു ക്ലീനിങ് അപ്പ് ആക്ട് ആവശ്യമുണ്ട്. ഒരുപാട് സിനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. സിമിലർലി ബീച്ചസ്. ശരി, ഞാൻ ഇടപെടെയാണ്. ശ്രീമതി ശ്രീദേവി രതീഷ്, ഇതിലെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളുടെ ഭാവിയെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ടൂറിസം മേഖലയുടെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ടൂറിസം മേഖലയുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള താങ്കളുടെ കൺസെപ്റ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെസ്റ്റിനേഷൻസ് ഇപ്പം നമുക്ക് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള മീൻസ് ധാരാളം കസ്റ്റമേഴ്സ് വരുന്ന കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. പക്ഷെ അൺലെസ് ആൻഡ് അണ്ടിൽ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി എ പ്രോബ്ലം ഇൻ ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഇറ്റ് ഈസ് ഓവർ ക്രൗഡഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ സീസൺ. പക്ഷേ ഈ മൂന്നാർ പോലത്തെ സ്ഥലത്ത് രാദർ നമ്മൾ എല്ലാ വണ്ടികളും കടത്തി വിടാണ്ട് ഇഫ് വി യൂസ് ട്രാൻസ്പോർട്ട് ബസ്സസ് ഫോർ ദ ലോക്കൽ സൈറ്റ് സീയിങ്, അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ധാരാളം തിരക്കത് കുറയ്ക്കും, പൊല്യൂഷൻ കുറയ്ക്കും. സോ ദാറ്റ് ലീഡ് ടു സസ്റ്റൈനബിലിറ്റി. ഈ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസൽ മുമ്പും ഇൻഡസ്ട്രിയിലുള്ളവർ സബ്മിറ്റ് ചെയ്തതാണ്, ബട്ട് ഇറ്റ് ഹാഡ് നെവർ വർക്ക്ഡ് ഔട്ട്. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മൾ സീരിയസ്ലി നമ്മളത് തിങ്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ ഡെസ്റ്റിനേഷൻ ഓരോന്നായി നമ്മൾ അത് നശിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഈച്ച് മൺസൂൺ സീസണിൽ ഒരു ട്രാജഡി വി ക്യാൻ എക്സ്പെക്ട്. ദാറ്റ് ഈസ് വാട്ട് ദ സിറ്റുവേഷൻ ഇൻ കേരള റൈറ്റ് നൗ. ഇന്നലെ വയനാടാണ്, ഒരു ദിവസം രാജമലയാണ്, ഇന്നലെ കഴിഞ്ഞ വർഷം വയനാടാണ്. അപ്പോൾ നെക്സ്റ്റ് മൺസൂണിൽ ആരെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. ദാറ്റ് ഷുഡ് ബി പ്രോപ്പർലി മാനേജ്ഡ്. ശരി, വ്യക്തമാണ്. ശ്രീ സൂരജ് നായർ, ടൂറിസം മേഖലയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ എന്തെല്ലാമാണ്? ബഡ്ജറ്റിൽ ഇമ്പാക്ട് ചെയ്യാവുന്ന സ്റ്റോക്സ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഹോട്ടൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അതിൽ തീർച്ചയായിട്ടും ടോപ്പ് 3-4 ഹോട്ടൽസ് ആയ ഇന്ത്യൻ ഹോട്ടൽസ്, ITC ഹോട്ടൽസ്, ഈസ്റ്റ് ഇന്ത്യ ഹോട്ടൽസ്, അത് EIH ഹോട്ടൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൂടാതെ ലെമൺ ട്രീ എന്നിങ്ങനെ മുൻനിര ഓഹരികൾ ഒരു ഇൻവെസ്റ്ററിന് അവരുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നത്. രണ്ടാമത് ട്രാവൽ ടെക് കമ്പനീസ്, അതായത് അടുത്ത കാലത്തൊക്കെ ടിക്കറ്റിംഗ് ഒക്കെ ഏതാണ്ട് ഓൺലൈനാണ്, ഡിജിറ്റൽ ആപ്പ് വഴിയാണ് ചെയ്യുന്നത്. അതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നുണ്ട്, ഒരു റവന്യൂ ഏർണറായിട്ട് മാറുന്നുണ്ട്. IRCTC, മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ്, റേറ്റ് ഗെയിൻ എന്നിങ്ങനെയുള്ള ട്രാവൽ ടെക് കമ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആണ്. ഒരു ഇൻവെസ്റ്ററിന് അത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക്, കേരള ബേസ്ഡ്, നമ്മുടെ എന്നും അഭിമാനമായിട്ടുള്ള വണ്ടർല, വി ഗാർഡിന്റെ ഒരു എന്താ പറയുക ഗ്രൂപ്പ് കമ്പനിയാണ് വണ്ടർല. തീർച്ചയായിട്ടും അമ്യൂസ്മെന്റ് പാർക്ക് ഡിവിഷനിൽ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അത് നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റോക്ക് ആയിട്ട് ഇൻവെസ്റ്ററിന് വാച്ച് ലിസ്റ്റിലും ആഡ് ചെയ്യാം.
ഇനി ഹെൽത്ത് കെയർ സെക്ടർ വരുമ്പോൾ ഹോസ്പിറ്റൽസ്, മുൻനിര ഹോസ്പിറ്റലുകൾ നമുക്കറിയാം, അപ്പോളോ ഹോസ്പിറ്റൽസ്, മാക്സ് ഹെൽത്ത് കെയർ, നാരായണ ഹൃദയാലയ, പിന്നെ കേരള ബേസ്ഡ് ആസ്റ്റർ DM, നമ്മുടെ ഡോക്ടർ മൂപ്പന്റെ ആണ് ആ ബിസിനസ് എന്ന് പറയുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആണ്. ഈ വക ഹോസ്പിറ്റൽ സ്റ്റോക്സുകൾ കൂടി ഒരു ഇൻവെസ്റ്ററിനോ ഒരു ട്രേഡറിനോ അവരുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. പിന്നെ ഡയഗ്നോസ്റ്റിക് കമ്പനികൾ, മെട്രോപോളിസ്, ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ് എന്നിങ്ങനെ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രിയിലുള്ള സ്റ്റോക്സുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഹെൽത്ത് ടെക് ഉണ്ട്. നമ്മൾ നേരത്തെ ടൂറിസം തന്നെ, നമ്മുടെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ തന്നെ ടെക്നോളജി കമ്പനീസ് പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിലും അങ്ങനത്തെ കമ്പനീസ് അവൈലബിൾ ആണ്. ഇൻഡിജീൻ, സജിലിറ്റി ഇന്ത്യ എന്നിങ്ങനെ 2 സ്റ്റോക്കുകളുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററിന്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാവുന്ന സ്റ്റോക്കാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഫാർമ, ദ മെയിൻ ഫാർമ കമ്പനീസ്, ദ ടോപ്പ് ഫാർമ കമ്പനീസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, സിൻജീൻ, ബയോകോൺ എന്നിങ്ങനെയുള്ള ഫാർമ സ്റ്റോക്സും തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററിന് അവരുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇടപെടുന്നു. ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖല നിർണായകമായൊരു വഴിത്തിരിവിലാണ്. അടിസ്ഥാന സൗകര്യ വികസനം, ആഭ്യന്തര ടൂറിസത്തിനുള്ള പ്രോത്സാഹനം എന്നിവ മുതൽ അന്താരാഷ്ട്ര യാത്രകൾ വരെയുള്ള കാര്യങ്ങൾ, ഇതിൽ സുസ്ഥിരമായ രീതികളെ പിന്തുണയ്ക്കുകയും ഇതൊക്കെ ബഡ്ജറ്റ് തീരുമാനങ്ങൾ നിർണായകമായിരിക്കും. ഈ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതിനും ഒരു ആഗോള ലക്ഷ്യസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും ബഡ്ജറ്റിൻ്റെ പിന്തുണ അത്യാവശ്യമാണ്. ഈ സാധ്യതകൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു മാർഗരേഖ ആയിരിക്കണം ഈ ബഡ്ജറ്റ്. ചർച്ചയിൽ പങ്കെടുത്ത EM നജീബ്, വിനീത ഹരിഹരൻ, ശ്രീദേവി രതീഷ്, സൂരജ് നായർ, നന്ദി. ബഡ്ജറ്റ് റൗണ്ടപ്പുമായി നാളെ കാണാം. നമസ്കാരം.